رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സൂറത്തുൽ ഹുജറാത്താണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ ഹുജറാത്തിലെ ആദ്യത്തെ 5 ആയത്തുകൾ നമ്മൾ പറഞ്ഞു. ഈ സൂറത്തിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞ് മുഅ്മിനീങ്ങളായ ആളുകളെ, സത്യവിശ്വാസികളായ ആളുകളെ വിളിച്ചുകൊണ്ട് 5 മർമ്മപ്രധാനമായ കാര്യങ്ങളെ പറയുന്നുണ്ട്. യാ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞ് വേറെ ഒരു ആയത്തും പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്ത് പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ച് വിശ്വാസികളോട് പറയുന്ന 2 ആയത്തുകളും അതുമായി തുടർന്ന് വരുന്ന വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന മൊത്തം 5 ആയത്ത് വരെയാണ് നമ്മൾ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള തഅലീം എങ്ങനെ, അദബ് എങ്ങനെ, ബഹുമാനം എങ്ങനെ എന്ന് വിശദീകരിക്കുന്ന ആയത്തുകളാണ് നമ്മൾ പറഞ്ഞത്. തങ്ങളുടെ വീടിന്റെ പുറകുവശങ്ങളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറത്തേക്ക് വരുന്നത് കാത്തു നിൽക്കാനാകാതെ വിവരമില്ലാത്ത ചില ആളുകൾ, അതിനെക്കുറിച്ച് മനസ്സിലാക്കാത്ത ചില ആളുകൾ തങ്ങളെ വിളിച്ചപ്പോൾ അത് ശരിയല്ല, അത് അദബല്ല, തങ്ങൾ വരുന്നത് വരെ വെയിറ്റ് ചെയ്യണമായിരുന്നു. വലൗ അന്നഹും സബറു ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് വരെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ അതായിരുന്നു ഏറ്റവും ഖൈറായ തീരുമാനം എന്ന് വിശുദ്ധ ഖുർആൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ 5 ആയത്ത് വരെയാണ് നമ്മൾ പറഞ്ഞത്. 6-ാമത്തെ ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറയുന്ന 3-ാമത്തെ സബ്ജക്റ്റാണ് വരുന്നത്. എന്താണ് വിശ്വാസികളെ വിളിച്ച് അല്ലാഹു തആല പറയുന്നത്? 1-ാമത്തെ യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അല്ലാഹുവിന്റെയും നിയമങ്ങളെ നിങ്ങൾ ഓവർടേക്ക് ചെയ്യരുത്, നിയമങ്ങളെ ലംഘിച്ചു പോകരുത് എന്ന് ആദ്യത്തെ യാ അയ്യുഹല്ലദീന ആമനുവിൽ പറഞ്ഞു. 2-ാമത്തെ യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചു പറഞ്ഞത് നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശബ്ദത്തെക്കാൾ ശബ്ദമുയർത്തി പോകരുത്, അദബ് കേട് കാണിക്കരുത് എന്നാണ്. എന്നാൽ 3-ാമത്തെ യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞ് അല്ലാഹു തആല വിശ്വാസികളെ വിളിച്ചു പറയാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ, നിങ്ങളുടെ അടുക്കലേക്ക് ഒരു ഫാസിഖായ മനുഷ്യൻ ഒരു വാർത്തയുമായി നിങ്ങളുടെ അടുക്കലേക്ക് വന്നാൽ, ഒരു വ്യാജ വാർത്തയുമായി നിങ്ങളുടെ അടുക്കലേക്ക് വന്നാൽ, ഫതബയ്യനൂ, നിങ്ങൾ അതിനെക്കുറിച്ച് നല്ല പോലെ പഠിക്കണേ. ഒരാൾ നിങ്ങളുടെ അടുക്കലേക്ക് ഒരു മനുഷ്യനെ കുറിച്ചുള്ള തെറ്റായ മെസ്സേജുമായി വരികയാണ്, അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു ആരോപണം ഒരാൾ ഉണ്ടാക്കുകയാണ്. അങ്ങനെ നിങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ വന്നാൽ ആ വരുന്ന മനുഷ്യനെ കുറിച്ച് ഖുർആൻ പേര് പറഞ്ഞത് കണ്ടില്ലേ? യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇൻ ജാഅകും ഫാസിഖുൻ, നിങ്ങളുടെ അടുക്കലേക്ക് ഒരു ഫാസിഖ് വന്നു കഴിഞ്ഞാൽ, ബിനബഇൻ, ഒരു വാർത്തയുമായി നിങ്ങളുടെ അടുക്കലേക്ക് വന്നാൽ, ഫതബയ്യനൂ, നിങ്ങൾ ആ വാർത്തയെക്കുറിച്ച് നല്ല പോലെ പഠിക്കണേ.
അത് കേട്ടത് പാതി, കേൾക്കാത്തത് പാതി അങ്ങ് വിശ്വസിച്ചു കളയരുതേ. എന്തേ അങ്ങനെ പറയാനുള്ള കാരണം? അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ, നിങ്ങൾ വിവരമില്ലാതെ അങ്ങനെ പറഞ്ഞു പോയാൽ അതൊരു വിഭാഗത്തിന് അപകടമുണ്ടാക്കി തീർക്കും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വ്യക്തമായി പഠിക്കാതെ ഒരാൾ എന്തെങ്കിലും ഒരു വാർത്ത വന്ന് പറയുമ്പോഴേക്ക് അത് കേട്ട് മറ്റുള്ളവരോട് പറഞ്ഞു പോകരുതേ, അത് വിശ്വസിച്ചു പോകരുതേ. ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ, നിങ്ങൾ പിന്നെ ആ പ്രവർത്തിച്ചതിന്റെ പേരിൽ ഖേദിക്കേണ്ടി വരും. അതുകൊണ്ട് ഖുർആൻ പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ എന്ന് പറഞ്ഞു വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾ അങ്ങനത്തെ വാർത്തകൾ ഒരിക്കലും കേൾക്കാൻ നിൽക്കരുതേ. അത് കേട്ടാൽ മറ്റുള്ളവരോട് അതിനെക്കുറിച്ച് പഠിക്കാതെ പറയരുതേ. എത്ര കറക്റ്റാണ് മുഅ്മിനായ മനുഷ്യനോട് വിശുദ്ധ ഖുർആൻ വിളിച്ച് പറയാണ്. ഒരു മനുഷ്യനെ കുറിച്ച് എന്തെങ്കിലും ഒരു വിഷയം ഇല്ലാത്ത, ഇന്നിപ്പോ നമ്മളെ റിപ്പോർട്ടുകൾ നിങ്ങൾ നോക്കൂ. ഒരു ഉദാഹരണം പറയാം. നമ്മളെ റിപ്പോർട്ടർമാർ, മാധ്യമങ്ങൾ അങ്ങ് റിപ്പോർട്ട് ചെയ്യുന്നു, ശരിയായ അതിന്റെ നിജസ്ഥിതി പോലും മനുഷ്യന്മാർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇന്നെല്ലാം വാർത്തകളും കൊടുക്കുന്നത്. ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അതിനെ വളച്ചൊടിച്ച് വാർത്തയാക്കി മാറ്റും, വിശ്വസിക്കാൻ പറ്റൂല. ഇങ്ങനത്തെ രീതിയിൽ വാർത്താ മാധ്യമങ്ങൾ, മനുഷ്യർ മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ ഓരോ മനുഷ്യനോട് അസൂയ തോന്നുമ്പോൾ ആ മനുഷ്യനെ കുറിച്ച് ഇല്ലാത്തത് പറയുന്നു. ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ചും ആരോപണങ്ങൾ പറഞ്ഞു വരുത്തുന്നു. അവിടെ ഖുർആൻ പറയാണ്, നിങ്ങളടുക്കലേക്ക് ഒരു ഫാസിഖായ മനുഷ്യൻ ബിനബഇൻ, ഒരു വാർത്തയുമായി വന്നാൽ നിങ്ങൾ ഒരിക്കലും അതിനെ അംഗീകരിക്കാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ പറയുന്നു, വേറെ സൂറത്തിൽ ഖുർആൻ പറയുന്നുണ്ട്, ആരോപണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ വന്നിട്ടുണ്ട്, നബി തങ്ങളുടെ ഭാര്യമാരുടെ പേരിൽ വന്നിട്ടുണ്ട്, കഴിഞ്ഞുപോയ ഇസ്ലാമിന്റെ മഹാന്മാരായ ഇമാമിങ്ങളുടെ പേരിൽ വന്നിട്ടുണ്ട്, കഴിഞ്ഞുപോയ ഖുലഫാക്കളുടെ പേരിൽ വന്നിട്ടുണ്ട്. എല്ലാ മഹത്തുക്കളുടെ പേരിലും ആരോപണങ്ങളും അതുപോലെ തന്നെ വ്യാജ വാർത്തകളും പരത്തിയിട്ടുണ്ട് ശത്രുക്കൾ. എന്തിനേറെ പറയണം? ഒരു ഉദാഹരണം മാത്രം ഞാൻ വിശുദ്ധ ഖുർആൻ എന്ന് പറയാം. ആ ഇമാമിങ്ങളെ ചരിത്രത്തിലേക്ക് പോയാൽ ത്യാഗങ്ങൾ അനുഭവിച്ച ആരോപണങ്ങളെ നേരിട്ട മഹത്തുക്കൾ എന്ന് പറഞ്ഞ വേറൊരു വിഷയം തന്നെ നമുക്ക് പറയേണ്ടി വരും. എത്രയോ ഇമാമിങ്ങൾ അവരെ കുറിച്ച് ആരോപണങ്ങൾ പറഞ്ഞു, അസൂയക്ക് വേണ്ടി അവരുടെ ഉയർച്ചയിലും അവരുടെ പ്രവർത്തനത്തിലും അസൂയ പൂണ്ടവരെല്ലാവരെയും ആരോപിച്ചു, ശത്രുക്കൾ ആരോപണം നടത്തി. എത്രയോ മഹാന്മാർ ആ മഹാന്മാരെ ആരോപണം നടത്തിയപ്പോൾ അവരാരും തന്നെ എന്താണ് ചെയ്തത്? അവരാരും അതിൽ മെയിൻ ചെയ്തില്ല, നെവർ മൈൻഡ് ആക്കി കളഞ്ഞു. ചെയ്യാൻ പാടില്ല. എല്ലാ നബിമാർക്കും ശത്രുക്കൾ വന്നു, ആരോപണങ്ങൾ വന്നു. നോക്കൂ നിങ്ങൾ, മഹാന്മാരായ ഇമാമിങ്ങൾക്ക് ആരോപണങ്ങൾ വന്നു. ഇമാമുൽ അഅ്സം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ അന്നത്തെ ഭരണാധികാരികൾ അവിടത്തെ മഹത്വത്തിന്റെയും പ്രൗഢിയുടെയും പേരിൽ അസൂയ പൂണ്ടിട്ട് ഭരണാധികാരികൾ അടിച്ച് ജയിലിലടച്ചു കൊണ്ടുപോയിട്ടു. ഇന്ന് കണ്ടില്ലേ, ആ മഹാന്മാരാരും പരാജയപ്പെട്ടു പോയില്ല. ഇമാമുൽ അഅ്സം അബൂ ഹനീഫ ഇമാമിന്റെ മഖ്ബറ, മാനം പൊട്ടുന്ന മിനാരം, അതേ അമ്പരച്ചുംബികളായ കുബ്ബകൾക്കിടയിൽ ഇന്നും ബഗ്ദാദിൽ മഹാനായ ഇമാമുൽ അഅ്സം അബൂ ഹനീഫ ഇമാമിന്റെ മഖ്ബറയുണ്ട്. അന്ന് ആ ഇമാമിനെ അടിച്ചമർത്തിയത് ആര് എന്ന് ചരിത്രത്തിൽ നേരം പോലെ ആർക്കും അറിയുന്നില്ല. അബൂ ഹനീഫ ഇമാമിനെ തകർക്കാൻ വേണ്ടി ഓടി നടന്നത് ആര് എന്ന് ചരിത്രത്തിൽ ആർക്കും അറിയുന്നില്ല. എന്നാൽ എന്റെയും നിങ്ങളുടെയും ഖൽബിൽ ഇമാമായ മഹാനായ അബൂ ഹനീഫ ഇമാം ഇന്നും നിൽക്കുന്നുണ്ട്. കാരണം എന്തേ? സത്യത്തിന് വേണ്ടി നിലകൊണ്ടപ്പോൾ എക്കാലത്തും അത് നിലനിൽക്കുന്ന സത്യമാണ്. ഇങ്ങനെ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു, ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ മഹാനവറുകൾ ഒരു ദിവസം ഒരു മനുഷ്യന്, അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ ആരോപണങ്ങൾ പറയുന്ന ഒരു മനുഷ്യൻ, ഹസൻ ബസരി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തെന്ന് അറിയാം? നല്ല ഈത്തപ്പഴം കുറച്ച് വാങ്ങിയിട്ട് ഗിഫ്റ്റ് കൊടുത്തയച്ച്. ഹസൻ ബസരി റളിയല്ലാഹു അൻഹു ഇറാഖിലെ ബസറയിൽ മഹാനവറുടെ മഖ്ബറയുണ്ട്. ഒഴിഞ്ഞ നല്ല ശാന്തമായ ഒരു മഖ്ബറക്കകത്ത് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ.
അപ്പോ മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു നല്ല ഈത്തപ്പഴം എടുത്തിട്ട് ഒരാൾക്ക് ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തയച്ചു. അപ്പൊ എന്താണ് നിങ്ങളെ കുറ്റം പറയുന്ന ശത്രുവിന് നിങ്ങൾ ഗിഫ്റ്റ് കൊടുത്തത് എന്ന് ചോദിച്ചു. മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹത്തിന്റെ അടുക്കൽ അള്ളാഹു സ്വീകരിച്ച വല്ല അമലൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം ആഖിറത്തിലേക്ക് അത് എനിക്ക് തരികയാണ്. അപ്പൊ എന്നെ കൊണ്ട് ഇപ്പൊ ഇവിടുന്ന് കൊടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്നാണ് നല്ല ഈത്തപ്പഴം കുറച്ച് മൂപ്പർക്ക് കൊടുത്തയച്ചു. അപ്പൊ മഹാന്മാരൊക്കെ അങ്ങനെയാണ് കാണിച്ചത്. അല്ലാതെ ഒരാള് നമ്മൾ ആരോപണം നടത്തുന്നതിന്റെ പേര് അയാളെ ആക്രമിക്കാൻ പോകണ്ട. മഹാന്മാരെ ഇമാമിങ്ങളെല്ലാം അങ്ങനെ. എന്തിനേറെ പറയണേ, ഞാൻ വിശദീകരിക്കുന്നില്ല. ഖുർആൻ പറയുന്നു, നോക്കൂ നിങ്ങൾ, സൂറത്തുൻ നൂറിൽ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയെ കുറിച്ച് ആരോപണം നടത്തിയില്ലേ? തങ്ങളെ ഭാര്യയെ കുറിച്ച് ആരാ ആരോപണം നടത്തുന്നത്? നമ്മളെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ ആരോപണം നടത്തുന്നത്. അതാണ് രസം. നമ്മളെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെയാണ് ആരോപണം നടത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭാര്യ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പേരിൽ ഒരു ആരോപണം. എന്താണ് ആരോപണം? സൂറത്തുൻ നൂർ കൃത്യമായി അത് പറയുന്നു. എന്താണ് ആരോപണം? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സംഘവും സ്വഹാബത്തും എല്ലാവരും ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയിൽ യുദ്ധത്തിന് ഒരു സംഘം മുമ്പോട്ട് ഇങ്ങനെ പോകുമ്പോ സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സൈന്യത്തിന്റെ ഏറ്റവും പുറകുവശത്ത് ഒരു വളണ്ടിയർ ഏൽപ്പിക്കും. അതെന്തിനാ? ഈ സൈന്യം ഇങ്ങനെ നടന്നു പോകുമ്പോ അവരുടെ കയ്യിൽ നിന്ന് വല്ലതും വീണുപോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും കൂട്ടം തെറ്റിപ്പോയവരുണ്ടോ, അങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടി ഏറ്റവും പിറകിലൊരാളുണ്ടാവും. അങ്ങനെ എല്ലാവരും പോയതിനു ശേഷം ഈ വളണ്ടിയർ ഇങ്ങനെ വരും. അപ്പൊ വല്ലതും വീണുപോയതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കും. വഴി തെറ്റി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂട്ടിക്കൊണ്ടുവരും. ഇതിനു വേണ്ടി ഏറ്റവും പിറകുവശത്ത് ഒരു വളണ്ടിയർ ഉണ്ടാകും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏൽപ്പിച്ച സ്വഹാബിയായിരുന്നു മഹാനായ സഫ്വാൻ റളിയല്ലാഹു അൻഹു. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്നു. യാത്രക്കിടയിൽ സഫ്വാൻ റളിയല്ലാഹു അൻഹു ഏറ്റവും ബാക്കിൽ ഇങ്ങനെ വരികയാണ്. സൈന്യം മുമ്പിൽ പോയി. അങ്ങനെ ഇടയ്ക്ക് വെച്ച് സൈന്യം ഒന്ന് വിശ്രമിക്കാനും അതുപോലെ തന്നെ മൂത്രയിക്കാനും മറ്റൊക്കെയുള്ള ആളുകൾക്ക് അതിനൊക്കെയുള്ള സൗകര്യത്തിന് വേണ്ടി ഇടയ്ക്ക് വെച്ചൊന്ന് നിർത്തി. ആ കൂട്ടത്തിൽ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെ നിർത്തിയപ്പോൾ ഒന്ന് മൂത്രയിക്കാൻ വേണ്ടി കുറച്ച് ദൂരത്തേക്ക് മാറിപ്പോയി. അവിടുന്ന് പോയി തിരിച്ച് സംഘത്തിലേക്ക് വന്നപ്പോൾ ആയിഷ ബീവിയുടെ ആഭരണം കാണാനില്ല, എവിടെയോ കൊഴിഞ്ഞുപോയി. ഉടനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആഭരണം എവിടെ മൂത്രയിച്ചെടുത്ത് പോയോ എന്ന് നോക്കാൻ വേണ്ടി അങ്ങോട്ട് തന്നെ പോയപ്പോൾ ആയിഷ ബീവി രണ്ടാമത് പോയത് സ്വഹാബത്ത് കണ്ടില്ല. ആയിഷ ബീവി മൂത്രയിച്ചിട്ടൊക്കെ വരുന്നത് കണ്ടു. ഒട്ടകത്തിന്റെ കൂടാരത്തിൽ കയറി ഇരുന്നു എന്നാണ് ധരിച്ചത്. സൈന്യം മുമ്പോട്ട് യാത്രയായി പോയി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവിടെ നിന്ന് സംഘത്തിന്റെ അടുക്കിലേക്ക് വന്നപ്പോ സംഘത്തിനെ കാണാനില്ല. അവിടെ ഒറ്റപ്പെട്ടുപോയി. മാല തിരഞ്ഞു പോയതാ. പക്ഷേ ആദ്യം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സംഘത്തിലേക്ക് വരുന്നത് കണ്ടു. അപ്പൊ ഈ ഒട്ടകത്തിന്റെ കട്ടിലിൽ ഉള്ളിൽ ആ കൂടാരത്തിൽ കയറി ഇരുന്നിട്ടുണ്ടാകും എന്നാണ് സ്വഹാബത്ത് എല്ലാവരും ധരിച്ചത്. പക്ഷേ ആയിഷ ബീവി രണ്ടാമത് മാല തിരഞ്ഞു പോയത് ആരും കണ്ടില്ല. ആയിഷ ബീവി മാലക്ക് തെരഞ്ഞു വന്നപ്പോഴേക്ക് യാ അല്ലാഹ് ഇവരെല്ലാവരും വിട്ടു. ആയിഷ ബീവി അവിടെ തന്നെ അങ്ങനെ ഇരിക്കുകയാണ്. പടച്ചോനെ എന്താ ഇനിയിപ്പോ ചെയ്യാ? എന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ കണ്ടിട്ടില്ലെങ്കിൽ തിരിച്ചു വരുമെന്ന് ഉറപ്പാണല്ലോ. സ്വഹാബത്ത് ആരെങ്കിലൊക്കെ വരുമല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വഴിവക്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് നമ്മളെ വളണ്ടിയർ മഹാനായ സഫ്വാൻ റളിയല്ലാഹു അൻഹു വരുന്നു. സഫ്വാൻ റളിയല്ലാഹു അൻഹു സംഘത്തിന്റെ പിറകിൽ കുറെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. വരുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു സ്ത്രീ അവിടെ വഴിയിലിരിക്കുന്നുണ്ടല്ലോ. ആരാണ് ഈ സ്ത്രീ? നോക്കുമ്പോ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. പഠിച്ചവനെ, അപ്പൊ ഒരു ചോദ്യമുണ്ട്, എങ്ങനെ സഫ്വാൻ എന്ന അന്യപുരുഷന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കണ്ടപ്പോൾ മനസ്സിലായി എന്നൊരു ചോദ്യമുണ്ട്. ആയിഷ ബീവിനെ അങ്ങനെ കാണാൻ പറ്റൂലല്ലോ. കണ്ടപ്പോ എങ്ങനെ മനസ്സിലായി? ചോദ്യം. അതിന് മറുപടി, ഹിജാബിന്റെ ആയത്തിറങ്ങുന്നതിന് മുമ്പ് സഫ്വാൻ റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയെ കണ്ടിരുന്നു. സ്ത്രീകൾക്ക് ഹിജാബ് വേണം, സ്ത്രീകൾ മറക്കണം, മറക്കകത്താകണം എന്നുള്ള ആയത്തിറങ്ങി ഇസ്ലാമിൽ നിയമം വരുന്നതിന്റെ മുമ്പ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ സഫ്വാൻ റളിയല്ലാഹു അൻഹു കണ്ടിട്ടുണ്ട്. ആ മുഖപരിചയം വെച്ച് ആയിഷ ബീവിയാണെന്ന് മനസ്സിലായി. പഠിച്ചവനെ, ആയിഷ ബീവിയാണല്ലോ ഇത്. ഉടനെ സഫ്വാൻ റളിയല്ലാഹു അൻഹു തന്റെ
വാഹനത്തിന്റെ മുകളിലേക്ക് ആ കൂടാരത്തിലേക്ക് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് കയറാൻ പറയുന്നു. ഇനി ഈ വാഹനത്തിന്റെ പുറത്ത് ഞാൻ യാത്ര ചെയ്യുന്നത് ശരിയല്ല. സൂക്ഷ്മതയ്ക്ക് വേണ്ടി സഫ്വാൻ റളിയല്ലാഹു അൻഹു താഴെ ഇറങ്ങി നടന്നു. കാരണം ആയിഷ ബീവിയാണ് ഒട്ടകത്തിന്റെ കട്ടിലിനുള്ളിൽ. ഇനി അതിനകത്തിരുന്നാൽ തെറ്റിദ്ധാരണ വരും. അതുകൊണ്ട് സഫ്വാൻ റളിയല്ലാഹു അൻഹു താഴെ ഇറങ്ങി നടന്നു. സുബ്ഹാനല്ലാഹ്, മദീനയിലേക്ക് പോകുന്നു. ഞാൻ ചരിത്രം ചുരുക്കി പറയാം. മദീനയിലേക്ക് പോകുന്നു. അപ്പോഴേക്ക് മദീനയിൽ വാർത്ത പരന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയെ ആയിഷ ബീവിയെ കാണാനില്ല. സഫ്വാനും എത്തിയിട്ടില്ല. രണ്ടുപേരും എങ്ങോട്ടോ ഒളിച്ചോടിപ്പോയിട്ടുണ്ട്. നമ്മളെ കൂട്ടത്തു നിന്നുള്ള ആളുകൾ തന്നെ പറയാൻ തുടങ്ങി മുനാഫിഖീങ്ങൾ. ആ മുനാഫിഖീങ്ങൾ ഇങ്ങനെ ജനങ്ങളുടെ പിരികേറ്റി നടക്കാൻ തുടങ്ങി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയുടെ പേരിൽ വ്യഭിചാര ആരോപണം നടത്താൻ തുടങ്ങി. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് സഫ്വാൻ റളിയല്ലാഹു അൻഹും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും ഇങ്ങനെ വരുന്നു മദീനയിലേക്ക്. അപ്പ പറഞ്ഞു, കണ്ടില്ലേ, നേരത്തെ പറഞ്ഞപ്പോ ആർക്കും വിശ്വാസമായില്ല. രണ്ടുപേരും എല്ലാം കഴിഞ്ഞിട്ട് വരുന്നത് കണ്ടില്ലേ. യാഥാർത്ഥ്യം എന്താണെന്ന് പോലും അന്വേഷിക്കാതെ നമ്മുടെ കൂട്ടത്തിലുള്ള പലരും മൗനം പ്രാപിച്ചുപോയി. പല സ്വഹാബത്തും എന്താ ഇപ്പൊ ചെയ്യാ, ഇതിപ്പോ എന്താ ഉണ്ടായത് എന്ന് ചിന്തിച്ചവരുണ്ട്. ചിലർ മുനാഫിഖീങ്ങളായി ആ കുപ്രചരണത്തിന്റെ കൂടെ കൂടിയവരുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നും മിണ്ടുന്നില്ല. എന്താ പറയാനുള്ളേ? ഒന്നും പറയല്ല. എന്താ ചെയ്യാ? എന്താ ഒന്നും ചെയ്യാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൗനത്തിൽ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വന്നപ്പോൾ നബി തങ്ങൾ മിണ്ടുന്നില്ല. വീട് ആയിഷ ബീവിയുടെ വീട്ടിൽ ചെന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വീട്ടിലേക്ക് ചെന്നില്ല. ആരോപണമാണ്, വലിയ ആരോപണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ആയിഷ ബീവി സഫ്വാൻ എന്ന സ്വഹാബിയുമായി വ്യഭിചരിച്ചു എന്നാണ് വാർത്ത. നബി തങ്ങൾക്ക് തല ഉയർത്തി നടക്കാൻ പറ്റുന്നില്ല. മദീനയിൽ നബി തങ്ങൾ ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് ചെന്നില്ല. നീണ്ടു 45 ദിവസം വരെ തങ്ങൾ ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് ചെന്നില്ല. എന്തേ കാരണം? എന്റെ റബ്ബൊരു തീരുമാനം പറയും, അതിന്റെ സത്യം എന്താണെന്ന് എന്റെ റബ്ബ് പറയട്ടെ. ഞാനൊന്നും പറയുന്നില്ല, തങ്ങളൊന്നും മിണ്ടിയില്ല. ആയിഷ ബീവിയാണെങ്കിലോ 45 ദിവസത്തോളം ഞാൻ നിസ്കാരപ്പായിൽ ഇരുന്ന് കരഞ്ഞിട്ടുണ്ടെന്ന് ആയിഷ ബീവി പറയുന്നു. പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല, പ്രതീക്ഷിക്കുക പോലുമില്ലാത്ത ഒരു ആരോപണം പറയുന്നു. അങ്ങനത്തെ സമയത്താണ് അതേ കൂടെ കൂടെ കട്ടക്ക് നിന്ന സ്വഹാബത്തുണ്ട്. കണ്ടില്ലേ, ഒരു ആരോപണം വരുമ്പോ മുഅ്മിനീങ്ങളെ കൂടെ നിൽക്കണം. കട്ടക്ക് നിന്ന സ്വഹാബത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിനകത്ത് ഇങ്ങനെ വാതിലടച്ചിരിക്കുകയാണ്. ആ സമയത്ത് അതാ വരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുന്നു. വന്നിട്ട് ചോദിക്കുന്നു, നബിയേ, റൂഹുൽ ബയാൻ എന്ന തഫ്സീറിൽ പറയുന്നു, മഹാനായ ഫഖറുദ്ദീൻ റാസി ഇമാമിന് കിതാബുൽ ഇഷാറാത്ത് എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. ആ കിതാബിൽ ഉദ്ധരിച്ച സംഭവം റൂഹുൽ ബയാനിൽ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വരുന്നു. വീട്ടിലേക്ക് വന്നിട്ട് നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് ചോദിക്കുന്നു, നബിയേ, അങ്ങെന്തിനാണ് വിഷമിക്കുന്നത് നബിയേ? ആയിഷ ബീവി ഒരിക്കലും തെറ്റ് ചെയ്യൂല എന്ന് ഉറപ്പാണ് നബിയേ. വെറുതെ പറയല്ല, ആയിഷ ബീവി തെറ്റിയൂല എന്നുള്ള ഭാഗത്താണ് നബിയെ ഞാനുള്ളത്. അങ്ങെന്തിനാ വിഷമിക്കുന്നത്? എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ തെളിവ് പറയുന്നത് എന്താണ്? എന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്നറിയോ നബിയെ? അങ്ങയുടെ ശരീരത്തിൽ ജീവിതകാലത്ത് ഞങ്ങളാരും തന്നെ ഞങ്ങളെ കണ്ണുകൊണ്ട് തങ്ങളുടെ ശരീരത്തിൽ ഈച്ച വന്നിരിക്കുന്നത് കണ്ടിട്ടില്ല നബിയെ.
തങ്ങളെ ശരീരത്തിൽ ഈച്ച ഇരിക്കാറില്ല. കാരണം എന്താ? ഈച്ച എന്ന് പറയുന്ന ജീവി അത് മറ്റുള്ള എല്ലാ മ്ലേച്ഛമായ വസ്തുക്കളിലും പോയിരിക്കും. ആ മ്ലേച്ഛതയിൽ ഇരുന്ന ആ ജീവി പിന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശരീരത്തിൽ ഇരിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് തങ്ങളെ ശരീരത്തിൽ ഈച്ച ഇരിക്കാറില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയാണ്, നബിയേ, അങ്ങയുടെ ശരീരത്തിൽ കാലിൽ ചെറിയ ഒരു മ്ലേച്ഛത വരാൻ സാധ്യതയുള്ള ആ സാധ്യത തന്നെ മഅഫൂൻ അൻഹുവായ നജസല്ലേ, ആ സാധ്യതയുള്ള ഈച്ചയടക്കം ഇരിക്കാൻ അല്ലാഹു അനുവദിച്ചിട്ടില്ല എങ്കിൽ ആ ആയിഷ ബീവി ഇങ്ങനെ വ്യഭിചരിക്കാൻ പോകുന്ന ഒരു മ്ലേച്ഛമായ ആളാണെങ്കിൽ അങ്ങയുടെ വിരിപ്പിനകത്ത് കിടക്കാനുള്ള സമ്മതം കൊടുത്ത ആയിഷ ബീവി ഒരിക്കലും മ്ലേച്ഛമല്ല നബിയേ. ആയിഷ ബീവി വ്യഭിചരിക്കൂല നബിയേ. കട്ടക്ക് കൂടെ നിന്നു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ. പിന്നെ വരുന്നത് ആരാണ്? അതാ രണ്ടാമതായി വരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചാരത്തേക്ക് സ്വഹാബിയായ മഹാനായ ദുന്നൂറൈനിയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ വരുന്നു. നബിയെ, എന്തിനാ വിഷമിക്കുന്നത്? ഒരിക്കലും തങ്ങൾ വിഷമിക്കണ്ട, ആയിഷ തെറ്റ് ചെയ്യുന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കാർക്കില്ല എന്ന് പറഞ്ഞ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയുന്നത് എന്താണ്? നബിയേ, ഞങ്ങളൊക്കെ നടന്നു പോകുമ്പോ, വെയിലത്തിങ്ങനെ നടന്നു പോകുമ്പോ ഞങ്ങൾക്കൊക്കെ നിഴല് കാണുന്നുണ്ട്. പക്ഷേ തങ്ങൾക്ക് നിഴലില്ലല്ലോ നബിയേ. എന്തേ തങ്ങൾക്ക് നിഴലില്ലാത്തത്? ഞാനിങ്ങനെ നടന്നു പോകുമ്പോ ചിലപ്പോ എന്റെ നിഴല് വല്ല ചാണകക്കുടിയിലൂടെയും ഒക്കെ കടന്നു പോകും. ഞാനിങ്ങനെ നടന്നു പോകുമ്പോ നജസിന്റെ മുകളിലൂടെയൊക്കെ എന്റെ നിഴലിൽ ചിലപ്പോ കടന്നു പോകും. അല്ലെങ്കിൽ എന്റെ നിഴലിന്റെ മുകളിൽ ആരെങ്കിലൊക്കെ വന്ന് ചവിട്ടിപ്പോകും. തങ്ങളുടെ നിഴൽ അങ്ങനെ നജസിൽ വീണു പോകാതിരിക്കാൻ, ഒരു മനുഷ്യനും ചവിട്ടാതിരിക്കാൻ അല്ലാഹു തങ്ങൾക്ക് നിഴല് തന്നിട്ടില്ലല്ലോ നബിയേ. അത്രയും തങ്ങളെ പരിശുദ്ധനാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ വിരിപ്പിൽ അങ്ങയുടെ ഭാര്യയായി കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ അല്ലാഹു അനുമതി കൊടുത്ത ആയിഷ ബീവി അങ്ങനെ ചെയ്യൂല നബിയേ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളും കൂടെ നിന്നു. നോക്കൂ നിങ്ങൾ, പിന്നെ വരുന്നു ആരാണ്? മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വരുന്നു. വന്നിട്ട് പറഞ്ഞു, നബിയെ, എന്തിനാ വിഷമിക്കുന്നത്? നമ്മുടെ ഉമ്മ ആയിഷ ബീവി അങ്ങനെ ചെയ്യൂലല്ലോ നബിയേ. എന്തേ കാരണം? അലിയാർ തങ്ങൾ പറഞ്ഞത്, നബിയെ, അങ്ങയുടെ കൂടെ ഞങ്ങൾ ഒരു ദിവസം നിസ്കരിക്കുന്ന സമയത്ത് അതാ നിസ്കാരത്തിൽ അങ്ങ് ചെരുപ്പ് പെട്ടെന്ന് അഴിച്ചു വെച്ചില്ലേ? ചെരുപ്പ് അഴിച്ചു വെച്ചു. എന്തിനാണ്? അള്ളാഹു അങ്ങേക്ക് വിവരം നൽകി, ചെരുപ്പിന്റെ അടിയിൽ നജസ് പറ്റിപ്പോയിട്ടുണ്ട്, അതുകൊണ്ട് ചെരുപ്പഴിച്ചു വെക്കണമെന്ന്. അതേ, ചെരുപ്പിനടിയിൽ ഒരു നജസ് അറിയാതെ പറ്റിപ്പോയപ്പോഴേക്കും അങ്ങയോടത് മാറ്റിവെക്കാൻ പറഞ്ഞില്ല നബിയെ. അത്രയും മ്ലേച്ഛതയിൽ നിന്ന് അങ്ങേക്ക് പ്രൊട്ടക്ഷൻ നൽകിയ റബ്ബ് അങ്ങയുടെ ഭാര്യയായി വ്യഭിചരിക്കുന്ന ആളാണെങ്കിൽ ആയിഷ ബീവിയെ അങ്ങേക്ക് തരൂല നബിയേ. കണ്ടോ നിങ്ങൾ, 3 മഹാന്മാരായ ഖലീഫമാരും തങ്ങളുടെ കൂടെ നിന്നു. ഈ ആരോപണത്തിനെതിരെ സമ്മതിച്ചില്ല അവർ. തങ്ങളെ സമാധാനപ്പെടുത്തി. ചുരുക്കി പറയാം, അങ്ങനെ കഴിഞ്ഞ് 40-ലധികം ദിവസമായി തങ്ങൾ മറുപടി ഒന്നും പറഞ്ഞില്ല. വരുന്നു, വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നു. എന്നിട്ട് അല്ലാഹു പറയാണ്, ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും ലാ തഹ്സബൂ ശർറൻ ലക്കും ബൽ ഹുവ ഖൈറുൻ ലക്കും ലികുല്ലി ഇംരിഇൻ മിൻഹും മക്തസബ മിനൽ ഇസ്ം വല്ലദീ തവല്ലാ കിബ്റഹു മിൻഹും ലഹു അദാബുൻ അളീം. നബിയേ, ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി, അങ്ങയെക്കുറിച്ചൊരാരോപണമായിട്ട് വന്നില്ലേ? ആ ആളുകൾ അങ്ങ് വിചാരിക്കുന്ന പോലെയല്ല. അവരാരാണ്? ഉസ്ബത്തും മിൻകും, അതേ, അങ്ങയുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളവരാണ് നബിയേ. ഒരാള് മാത്രല്ല,
ഒരാള് മാത്രമായിരിക്കും ചിലപ്പോ പ്രത്യക്ഷത്തിൽ ഉണ്ടാകുക, പക്ഷെ അയാളെ പിറകിൽ കുറെ ആളുകൾ വട്ടം കൂടി നിൽക്കാനുണ്ടാകും. അതാണ് പറഞ്ഞത് ഇന്നല്ലദീന ജാഊ ബിൽ ഇഫ്കി, നബിയെ അങ്ങയെ കുറിച്ചൊരു കുപ്രചരണം കൊണ്ടുവന്നവരില്ലേ, ഉസ്ബത്തും മിൻകും, അത് അങ്ങയുടെ കൂട്ടത്തിൽ നിന്നുള്ള മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ നിന്നുള്ള ചില മുനാഫിഖീങ്ങൾ ചെയ്ത പണിയാണ്. എന്നിട്ട് അല്ലാഹ് പറയാണ് സമാധാനത്തിന്റെ ഒരു വർത്തമാനം, ലാ തഹ്സബൂ ശർറൻ ലക്കും, എന്നാൽ ഇങ്ങനെ ആരോപണം വന്നതുകൊണ്ട് അങ്ങൊരിക്കലും ഭയപ്പെടേണ്ടതില്ല. ലാ തഹ്സബൂ ശർറൻ ലക്കും, നബിയേ ഒരിക്കലും അങ്ങേക്കത് ശർറായി ഭവിക്കൂല. അല്ലാഹുവിന്റെ ദീനിനെതിരെ ആരെന്ത് കൊണ്ടുവന്നാലും, ഉലമാക്കൾക്കെതിരെ ആരെന്ത് കുപ്രചരണങ്ങൾ കൊണ്ടുവന്നാലും, ലാ തഹ്സബൂ ശർറൻ ലക്കും, അല്ലാഹ് പറയുന്നത് ശർറായിട്ടൊരിക്കലും തന്നെ നിങ്ങൾക്ക് ഭവിക്കൂല. മാത്രമല്ല ബൽ ഹുവ ഖൈറുൽ ലക്കും, അത് പിന്നീട് നിങ്ങൾക്ക് ഖൈറായിട്ട് കാണാൻ പറ്റുന്നതാണ്. എന്നിട്ട് അല്ലാഹ് പറയുന്നു ലികുല്ലി ഇംരിഇൻ മിൻഹും മക്തസബ മിനൽ ഇസ്മ, ഇതിനു വേണ്ടി കൂട്ടുനിന്ന് കൊടുത്തവരില്ലേ, ദുരാരോപണങ്ങൾ നടത്താൻ വേണ്ടി, അതേ വ്യഭിചാരാരോപണം നടത്താൻ വേണ്ടി, ഇല്ലാത്ത വാർത്തകൾ പരത്താൻ വേണ്ടി അതിന് കൂടെ നിന്ന ആളുകളില്ലേ, ലികുല്ലി ഇംരിഇൻ മിൻഹും മക്തസബ മിനൽ ഇസ്മ, അവർക്ക് ഓരോരുത്തർക്കും അതിൻ്റെതായ അർഹതപ്പെട്ട കുറ്റമുണ്ട്, അതിനൊക്കെ അവർക്ക് നമ്മൾ ശിക്ഷ കൊടുക്കുന്നുമുണ്ട്. വല്ലദീ തവല്ലാ കിബ്റഹു മിൻഹും ലഹും അദാബുൻ അലീം, ആ കൂട്ടത്തിൽ ഒരു ലീഡർ ഉണ്ടായിരുന്നില്ലേ, ഇതിനൊക്കെ മുൻപന്തിൽ നിന്ന ഒരാളില്ലേ, അതിനുവേണ്ടി എല്ലാം ചെലവഴിച്ച് നടന്ന ഒരാളില്ലേ, അത് ഏത് കൂട്ടത്തിലും ഉണ്ടാകും. ആ വലിയ മൂത്താപ്പാക്കുള്ള ഓഹരി കണ്ടോ, വല്ലദീ തവല്ലാ കിബ്റഹു മിൻഹും ലഹും അദാബുൻ അലീം, കൂടെ നിന്നവർക്ക് കൊടുക്കുന്ന ശിക്ഷയല്ല, അവന് പ്രത്യേകമായിട്ട് അല്ലാഹ് വലിയ ശിക്ഷ തന്നെ കൊടുക്കും കേട്ടോ. എന്നിട്ടല്ല പറയുന്നു, അല്ലാഹ് മുഅ്മിനീങ്ങളോട് ചോദിക്കാണ്, ആരോപണങ്ങൾ വരുമ്പോ മുഅ്മിനീങ്ങൾ എന്ത് ചെയ്യണമെന്ന് ശരിക്കും ഓർത്തോ. അല്ലാഹ് മുഅ്മിനീങ്ങളോട് പറയാണ്, ലൗലാ ഇദ് സമിഅ്തുമൂഹു ലന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബിഅൻഫുസിഹിം ഖൈറൻ വഖാലൂ ഹാദാ ഇഫ്കും മുബീൻ. അല്ലയോ മുഅ്മിനീങ്ങളെ, അല്ലയോ മുഅ്മിനാത്തുകളെ, നിങ്ങൾ ഇത് കേട്ടപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് നല്ലത് വിചാരിച്ചില്ല? ഇത് കേൾക്കുമ്പോണ്ടല്ലോ ശരി തന്നെ ആയിരിക്കൂലേ എന്ന് പറയുന്ന ആളുകളുണ്ട്. അവരോട് പറയാം, അല്ലാഹ് പറയാം, എന്തുകൊണ്ട് ഇങ്ങനത്തെ ദുരാരോപണങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾ അത് നല്ലത്, അതിനെക്കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് നല്ലത് വിചാരിച്ചില്ല? അല്ലാഹ് ചോദിക്കാണ്. വഖാലൂ ഹാദാ ഇഫ്കും മുബീൻ, ഇത് ഒരു ആരോപണമാണ്, കളവാണ്, പച്ചക്കള്ളമാണ്, ഒരു കൃത്യമായ ആരോപണമാണ് എന്ന് എന്തുകൊണ്ട് മുസ്ലിമീങ്ങളെ നിങ്ങൾ പറഞ്ഞില്ല? ലൗലാ ജാഊ അലൈഹി ബിഅർബഅതി ശുഹദാ ഫഇദ് ലം യഅതൂ ബിശ്ശുഹദാ ഫഉലൈക ഇൻദല്ലാഹി ഹുമുൽ കാദിബൂൻ. അങ്ങനെ ഒരു വ്യഭിചാരോപണം, ഒരു പെണ്ണാരോപണം പറയുമ്പോൾ 4 സാക്ഷികളെ കൊണ്ടുവരണ്ടേ? 4 സാക്ഷികളെ കൊണ്ടുവരാത്തത് കൊണ്ട് തന്നെ അല്ലാഹ് പറയുന്നു, ഫഇദ് ലം യഅതൂ ബിശ്ശുഹദാഇ ഫഉലൈക ഇൻദല്ലാഹി ഹുമുൽ കാദിബൂൻ. അല്ലാഹുവിന്റെ അടുക്കൽ അവർ കള്ളം പറയുന്നവർ തന്നെയാണ്. ഒരാരോപണം പറയുമ്പോൾ തെളിവ് കൊണ്ടുവരണം. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും, എന്നിട്ട് അല്ലാഹ് പറയാണ്, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു ഫിദ്ദുനിയാ വൽആഖിറതി ലമസ്സകും ഫീമാ അഫൽതും ഫീഹി അദാബുൻ അലീം. അള്ളാന്റെ റഹ്മത്തും അതുപോലെ നിഅമത്തും ഒക്കെ അനുഗ്രഹം നിങ്ങളുടെ പേരിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ, ഈ ദുനിയാവിലും ആഖിറത്തിലും നിങ്ങളുടെ പേരിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ വലിയ അദാബ് നിങ്ങളുടെ മേലിൽ ഇറങ്ങുമായിരുന്നു. എന്നിട്ട് അല്ലാഹ് പറയുന്നു, ഇദ് തലഖൗനഹു ബിഅൽസിനതികും വതഖൂലൂന ബിഅഫ്വാഹികും മാ ലൈസ ലക്കും ബിഹി ഇൽം വതഹ്സബൂനഹു ഹയ്യിനൻ വഹുവ ഇൻദല്ലാഹി അലീം. ചില ആളുകൾ അത് കേട്ടപ്പോൾ ഏറ്റു പറഞ്ഞു, ചില ആളുകൾ അത് കേട്ടപ്പോൾ ഏറ്റു പറയാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞവരോട് അല്ലാഹ് പറയാണ്, അല്ലയോ മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ നിന്നുള്ളവരെ, നിങ്ങൾ ചില ആളുകൾ ആരോപണം കേട്ടപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാകുമെന്നും പറഞ്ഞ് മറ്റുള്ള കുറെ ആളുകളോട് നടന്ന് പറയാൻ പോയില്ലേ? ചില ആളുകൾ അതിൽ യാതൊരു വിവരവുമില്ലാത്ത ആളുകൾ തന്നെ അത് ഏറ്റു പറയാൻ തുടങ്ങിയില്ലേ?
നിങ്ങൾ അതിനെ വളരെ ലോലമായിട്ട് അതിനെ ഒരു വലിയ പ്രശ്നമല്ലാതെ നിങ്ങൾ കണ്ടുപോയില്ലേ? എന്നാൽ നിങ്ങളത് ചെറിയൊരു കാര്യമാണെന്ന് വിചാരിച്ചു പോയ ഈ ആരോപണം അല്ല. അല്ലാഹു പറയാണ്, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ വഹുവ ഇൻദല്ലാഹി അലീം, ഈ ആരോപണം അല്ലാഹുവിന്റെ അടുക്കൽ വലിയ വലിയ തെറ്റായിട്ടാണ് അല്ലാഹു കാണുന്നത്. എന്നിട്ട് അല്ലാഹു ചോദിക്കാണ്, കർശനമായിട്ട് അല്ലാഹു പറയാണ് ഈ ആരോപണങ്ങൾക്കെതിരെ, വലൗലായി സമയത്തുമോഹോ, അതെ നിങ്ങൾ കേട്ട സമയം, അതെ നിങ്ങൾ ഖുൽതും മാ യകൂനു ലനാ അൻ നതകല്ലമ ബിഹാദാ, ഇത് നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഒരാൾ ഇങ്ങനെ പറയുമ്പോ നിങ്ങൾ പറയേണ്ടത് എന്തായിരുന്നു? ചായക്കടയിൽ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരുത്തം വന്നിട്ട് പറയണത്, വലിയൊരു ആരോപണം പറയാണ്, അത് കേട്ടിരുന്നു കൊടുക്കല്ല. ഖുർആൻ പറയാണ്, വലൗലാ ഇദ് സമഅതുമൂഹു ഖുൽതും മാ യകൂനു ലനാ അൻ നതകല്ലമ ബിഹാദാ, നിങ്ങൾ പറയണ്ടേ, ചായക്കടയിൽ ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കുമ്പോ ഒരുത്തം വന്നിട്ട് പറയുമ്പോ ഇതൊന്നും നമുക്ക് പറ്റിയ വർത്താനല്ലടോ എന്ന് പറഞ്ഞ ചായ ഗ്ലാസ് അവിടെ ചിറങ്ങി പോരണോന്നല്ല പറയുന്നത്. നോക്കൂ നിങ്ങൾ, വലൗലാ ഇദ് സമഅതുമൂഹു ഖുൽതും മാ യകൂനു ലനാ അൻ നതകല്ലമ ഹാദാ, ഇത് നമുക്ക് പറ്റിയ വർത്താനല്ലടോ എന്ന് പറഞ്ഞ് ഇറങ്ങി പോരണം. നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല? വതഖൂലു ബിഅഫ്വാഹികും ലൈസ ലക്കും ലനാ അൻ തതകല്ലമ ബിഹാദാ സുബ്ഹാനക, അല്ലാഹു എത്ര പരിശുദ്ധനാണ്, ഹാദാ ബുഹ്താനുൻ അലീം, ഇത് കൃത്യമായ ആരോപണാണെന്ന് പറഞ്ഞ് ധൈര്യത്തോടെ അവന്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് പോരാൻ നിങ്ങൾ എന്തുകൊണ്ട് ചങ്കൂറ്റം കാണിച്ചില്ല? അല്ലാഹു ചോദിക്കാൻ. എല്ലാ കാലത്തും ആരോപണങ്ങളുടെ മുമ്പിൽ പ്രതികരിക്കേണ്ട ശൈലി അല്ലാഹു ഖുർആനിൽ പറയുന്നു. എന്നിട്ട് അല്ലാഹു പറയാണ്, യഅലുകുമുല്ലാഹു അൻ തഊദു ലിമിസ്ലിഹി അബദാ ഇൻ കുൻതും മുഅ്മിനീൻ, അല്ലാഹു അതൊക്കെ ഉപദേശിച്ചു തന്നാണ് കേട്ടോ, വഅല് പറഞ്ഞു തന്നതാണ്, ആരെയും കുറ്റപ്പെടുത്തിയതല്ല. അൻ തഊദു ലിമിസ്ലിഹി അബദൻ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ ഇനി അങ്ങനെയുള്ള ആരോപണങ്ങൾ പരത്താൻ പോകണ്ട എന്ന് അല്ലാഹു വഅല് പറഞ്ഞു തന്നതാണ്. വയുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്ത് വല്ലാഹു അലീമുൻ ഹകീം, അല്ലാഹു തആല വ്യക്തമായ ദൃഷ്ടാന്തങ്ങളെ നിങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കി തന്നതാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു ഒറ്റ വാക്കും കൂടെ പറയുന്നു, ഇന്നല്ലദീന യുഹിബ്ബൂന, തീർച്ചയായും അല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിശത ഫില്ലദീന ആമനു ലഹും അദാബുൻ അലീം, ലഹും അദാബുൻ അലീം. അല്ലാഹു പറയുന്നു, ജനങ്ങൾക്കിടയിൽ ഇതുപോലെയുള്ള മോശമായ ഇല്ലാത്ത ആരോപണങ്ങളെ പരത്തുന്ന, ആരാണ് പരത്തുന്നത്? കാഫിറല്ല, ഫില്ലദീന ആമനു, മുഅ്മിനാണെന്ന് പറഞ്ഞ ആളുകൾ തന്നെ ഇതുപോലെ മുഅ്മിനീങ്ങളെ കുറിച്ച്, ഇസ്ലാമിന്റെ അഹ്ലുകാരെ കുറിച്ച്, ഇൽമിന്റെ അഹ്ലുകാരെ കുറിച്ച് ഇല്ലാത്ത ആരോപണങ്ങൾ പരത്തുമ്പോൾ അല്ലാഹു പറയുന്നു, നിങ്ങൾ പേടിക്കണ്ട, ലഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ അവർക്കുണ്ട്, ഫിദ്ദുനിയാ വൽ ആഖിറ, ആഖിറത്തിൽ മാത്രമല്ല ദുനിയാവിലും അവന് കിട്ടാനുണ്ട് എന്നല്ല പറയാണ്. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, അല്ലാഹു നിങ്ങളെക്കാൾ അറിവുള്ളവനാണ്, നിങ്ങളൊന്നും തിരിയാത്തവരാണ് സൂറത്തുൻ നൂറിൽ പറയാണ്. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിനെതിരെ, ആലിമീങ്ങൾക്കെതിരെ, സുന്നത്ത് ജമാഅത്തിന് പ്രവർത്തിച്ചതിന് വേണ്ടി നമ്മുടെ എത്രയോ ആലിമീങ്ങൾക്കെതിരെ എത്ര വലിയ ആരോപണങ്ങൾ കൊണ്ടുവന്നവരുണ്ട്. അവരെല്ലാം ഇന്ന് എവിടെ പോയി? ഒരു അഡ്രസ്സുമില്ല അവർക്ക്. അല്ലാഹു പറയാണ്, അങ്ങനെ നിങ്ങൾ ചെയ്തു പോയാൽ നിങ്ങൾക്ക് ഫിദ്ദുനിയാ വൽ ആഖിറ, ഈ ദുനിയാവിലും കിട്ടും ആഖിറത്തിലും പള്ള നിറച്ച് കിട്ടുന്നു ഖുർആനാ പറയുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലും ആരോപണം വന്നു, തങ്ങളുടെ ഭാര്യയുടെ പേരിൽ ആരോപണം വന്നു. അതുകൊണ്ട് എന്റെ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, സൂറത്തുൽ ഹുജറാത്തിന്റെ 3-ാമത്തെ യാ അയ്യുഹല്ലദീന ആമനൂ നമ്മൾ ശരിക്കും മനസ്സിലാക്കി വെക്കണം. ഒരിക്കലും നിങ്ങൾ ഒരു വാർത്ത കേൾക്കുമ്പോൾ അതിനെ ശരിവെച്ച് അതിനെ മനസ്സിലാക്കുകയോ മറ്റുള്ളവരോട് പറയുകയോ ചെയ്യരുത്. അങ്ങനെ ഒരാളുടെ പേരിൽ ഒരു വ്യഭിചാരാരോപണമോ ഒരു പെണ്ണാരോപണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറ്റാരോപണമോ കൊണ്ടുവരികയാണെങ്കിൽ, തെളിവില്ലാതെ വ്യഭിചാരാരോപണമാണെങ്കിൽ അതിന് മതിയായ സാക്ഷികളില്ലാതെ ഒരിക്കലും അത് വിശ്വസിച്ചുകൂടാ എന്ന് ഖുർആൻ. സൂറത്തുൽ ഹുജറാത്തിന്റെ 6-ാമത്തെ ഒരൊറ്റ ആയത്ത് മാത്രമാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. സമയം കുറവാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ഈ ഖുർആനിൽ പറഞ്ഞതനുസരിച്ച് ജീവിക്കാനും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. നോക്കൂ നിങ്ങൾ, എത്രയോ മഹാന്മാരായ ഇമാമിങ്ങളുടെ ചരിത്രങ്ങൾ നമുക്ക് പറയാൻ
ഞാൻ ചുരുക്കി ഈ ആയത്തിൽ മാത്രം ഒതുക്കി നിർത്തിയതാണ്. അതുകൊണ്ട് നമ്മൾ കേൾക്കുന്ന ആരോപണങ്ങൾ, ഇസ്ലാമിനെതിരെ വരുന്ന ആരോപണങ്ങൾ, അതവിടെ അങ്ങനെ നടക്കും. കഴിഞ്ഞ കാലം മുതലേ എല്ലാ പ്രവാചകന്മാർക്കും ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് ഖിയാമത്ത് നാൾ വരെ വന്നുകൊണ്ടേയിരിക്കും. ഒറിജിനലിന് മാത്രമേ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുകയുള്ളൂ എന്ന് മനസ്സിലാക്കി വിശുദ്ധ ഖുർആനിന്റെ ഈ ആശയം നമ്മൾ മനസ്സിലാക്കുകയും ജീവിക്കുകയും വേണം. ഞാൻ വിശുദ്ധമായ ഖുർആനിൽ